ഹായ് എവ്രി വൺ. ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് ആൻസർ കീ നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഫ്രം ക്വസ്റ്റ് നമ്പർ 1 to 100. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ സെഷനിൽ നമുക്ക് ആ എക്സാമിൽ ചോദിച്ചിരിക്കുന്ന മിസ്റ്റേക്കൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പാസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. 5 ക്വസ്റ്റ്യൻ ആണ് എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ക്വസ്റ്റ് നമ്പർ 26 ആണ്. 26ൽ പി എസ് സിയുടെ ആൻസർ കീ ഇത് വേർഷൻ എ ആണ് കേട്ടോ. ദിസ് ഇസ് വേർഷൻ എ. ആക്ച്വലി ആൻസർ കീ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3യും എന്താണ് കറക്റ്റ് ആണ്. ആക്ച്വലി എന്താണ് വക്കാർ പ്രോസസ്സിൽ പലേഡിയം 2 എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ട് പലേഡിയം 0 ആയി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾ ആർ കറക്റ്റ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരിക. പക്ഷേ പി എസ് സിയുടെ ആൻസർ കീയിൽ സി ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി റോങ്. നൗ ദ നെക്സ്റ്റ് വൺ 27, ക്വസ്റ്റ്യൻ നമ്പർ 27 അഗെയിൻ സിഗ്ലർ നാറ്റ പോളിമറൈസേഷൻ ആണ്. നോക്കിക്കോളൂ, ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്നാണ്. ഓൺലി 1 ആണ് ഫോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇതെന്താണ്, സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പോളിമറൈസേഷൻ ആക്ച്വലി എന്താണ്, ലീനിയർ പോളിമേഴ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. പക്ഷേ ഈ തേർഡ് ഓപ്ഷൻ ആക്ച്വലി എന്താണ്, കോ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ട്രൈ ഈത്തൈൽ അലൂമിനിയം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനും എന്തായിരിക്കും, തെറ്റായിരിക്കും. ഓപ്ഷൻ 1 and 3 എന്തായിരിക്കും, റോങ് ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല, നിങ്ങളുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനും എന്തായിരിക്കും, റോങ് ആയിരിക്കും. നൗ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 35. ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല പറഞ്ഞിട്ടുണ്ട് C8H10O2. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് പി കണ്ടുപിടിക്കാനാണ്. നിങ്ങളുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും 1 all എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവിടെ ഓക്സിജൻ പോലും ഇല്ല. അതായത് ഇവിടെയൊക്കെ എത്ര ഓക്സിജൻ ആറ്റമാണുള്ളത്, ഒരു ഓക്സിജൻ ആറ്റം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ ഒരിക്കലും ഇവരുടെ മോളിക്കുലാർ ഫോർമുല കറക്റ്റ് ആയിട്ട് വരുന്നില്ല. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒന്നും തന്നെ മോളിക്കുലാർ ഫോർമുലയുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, റോങ് ആയിരിക്കും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 38 ഇതേപോലെ തന്നെയാണ്. മോളിക്കുലാർ ഫോർമുല പറഞ്ഞിരിക്കുന്നത് C5H10O2 എന്നാണ്. നിങ്ങളുടെ ഓപ്ഷനിൽ എല്ലാ ഓപ്ഷനിലും 1 2 3 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 1 2 3 4, ഇവിടെയും 1 2 3 4. എല്ലാ ഓപ്ഷനിലും 3 അല്ലെങ്കിൽ 4 കാർബണാണ് കൊടുത്തിരിക്കുന്നത്. മോളിക്കുലാർ ഫോർമുലയുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനും എന്തായിരിക്കും, റോങ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇൻ ദ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ്. നോക്കൂ, ഇവിടെ ആൻസർ വരുന്നത് എന്താണ്, പ്രൊപ്പൻ 2 ആണ് അല്ലേ. നോക്കിക്കോളൂ, C3H6 ആണ്. സോ പ്രൊപ്പീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ ബോണ്ട് CH2H2O. മാർക്കോനിക്കോഫ് റൂളിൽ അഡിഷൻ ചെയ്യുകയാണെങ്കിൽ CH3CHOH CH3 എന്ന് വരും. അപ്പോൾ ആൻസർ എന്തായിരിക്കും, പ്രൊപ്പൻ 2 ആണ്. പക്ഷേ ഇവരിവിടെ 2 പ്രൊപ്പനോൾ എന്നും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയും എന്താണ്, ചെറിയൊരു പ്രശ്നമുണ്ട്. മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കും. ഓൾറൈറ്റ്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്ത വരുന്ന എക്സാംസ് ഉണ്ട്. നമുക്ക് ജൂനിയർ അനലിസ്റ്റ് ഉണ്ട്, ജൂനിയർ കെമിസ്റ്റ് ഉണ്ട്, ഫിംഗർ പ്രിന്റ് സെർച്ചർ ഉണ്ട്. ഓക്കെ, ഈ എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഈ എക്സാംസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.